പൊക്കിളിൽ നിന്ന് ചെങ്കൊടി വലിച്ചൂരിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഭൂമിയുടെ പടവുകൾ ഇറങ്ങിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു. സഖാവേ. അയാൾ ആദ്യമായി പാതാളത്തിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി. മലത്തിൽ നിന്ന് മാനത്തേക്ക് നോക്കി. സൂര്യൻ അയാളുടെ കണ്ണുകൾക്ക് തീയിട്ടു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് സഖാവ് എം ലോറൻസിനെ കുറിച്ച് എഴുതിയ വരികളാണ്. തൊഴിലാളി വർഗത്തിന്റെ അനിഷേധ്യനായ നേതാവ് എം ലോറൻസിന് അർഹിക്കുന്ന യാത്രാമൊഴിയല്ല ഇന്ന് കിട്ടിയത്. ദൈവവിശ്വാസിയല്ലാത്ത ലോറൻസ് മരണശേഷം ശരീരം മെഡിക്കൽ കോളേജിന് കൈമാറണം എന്നാണ് അടുത്ത ബന്ധുക്കളോട് പറഞ്ഞിരുന്നത്. ഇതിനെതിരെ മകൾ ആശ രംഗത്ത് വന്നതോടെയാണ് തർക്കമുണ്ടായത്. അദ്ദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റാൻ കോടതി ഉത്തരവുണ്ടായതിനു ശേഷവും മകളും കൊച്ചുമകനും പൊതുദർശന സ്ഥലത്ത് വന്ന് കാട്ടിക്കൂട്ടിയത് അത്രയും ഒരു മഹാമനുഷ്യനോടുള്ള നീതികേടായി. ശുചീകരണ തൊഴിലാളികളെ ആദ്യമായി സംഘടിപ്പിച്ച നേതാവ്, ഇടപ്പള്ളി സമരനായകൻ, ഇടതുമുന്നണിയുടെ മുൻ കൺവീനർ ഈ അനാദരവല്ല അർഹിക്കുന്നത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ലോറൻസിനോട് അനാദരവോ? മകളുടെ പിന്നിലാരാണ്? വിവാദത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടോ? മൃതദേഹം വെച്ച് പിടിവലി വേണോ? ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് അരുൺ ആന്റണി എം ലോറൻസിന്റെ അനന്തരവനാണ്. ശ്രീ റെജി ലൂക്കോസ് CPM അനുഭാവി, ശ്രീ TP ജയചന്ദ്രൻ BJP, ശ്രീ കെന്നഡി കരിമ്പിൻകാല കാത്തലിക് ഫോറം, ശ്രീ NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ ലോറൻസിന്റെ മറ്റ് കുടുംബാംഗങ്ങളെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം അഡ്വക്കേറ്റ് അരുൺ ആന്റണി, ഞാൻ മരിച്ചാൽ എൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണം എന്ന് എം ലോറൻസ് കൃത്യമായും ബന്ധുക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നോ? ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അദ്ദേഹത്തിൻ്റെ അനന്തരവനല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ മകനാണ്. ഞാനും അദ്ദേഹമായിട്ടുണ്ടായിരുന്നത് ഒരു സ്നേഹബന്ധം, ഒരു ഏറ്റവും അടുത്ത ആത്മബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹവുമായി ഒരു 20 വർഷക്കാലം കൂടെ നടന്നതിൻ്റെ പരിചയവും അദ്ദേഹവുമായി ചേർന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോഴുണ്ടായ അനുഭവങ്ങളുമാണ് എനിക്ക്. അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. സഖാവ് ഭൗതിക ശരീരം കൊടുക്കാൻ തയ്യാറായ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് സഖാവ് ലോറൻസ്. കാരണം ശ്രീ കമലഹാസൻ തൻ്റെ സ്വന്തം ശരീരം, ഭൗതിക ശരീരം മരണത്തിന് ശേഷം മെഡിക്കൽ കോളേജിന് പഠിക്കാനായി, വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് സഖാവ് ലോറൻസ്. അതുമാത്രമല്ല, ആ വാർത്ത കേട്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് എനിക്കും ഇതാണ് താല്പര്യം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അത് നിരവധി വർഷങ്ങൾക്ക് മുൻപാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഇതൊരു വിവാദമായി മാറിയത്, അല്ലെങ്കിൽ മാറ്റാൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച അന്വേഷണമാണ് ആവശ്യം. കാരണം ഞങ്ങളെല്ലാവരും വേദനിച്ച് നിൽക്കുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പേര്, ഇന്ന് അവിടെ ഒത്തുകൂടിയ ഒരുപാട് പേര്, അവരെയൊക്കെ ഫോക്കസ് ചെയ്യേണ്ടതിന് പകരം ഇതൊരു വിവാദ പ്രശ്നമായി, ഒരു വിവാദ നായികയുടെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകളെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ സ്വയം അതിലേക്ക് എടുത്ത് ചാടി. അത് ആദ്യമായിട്ടല്ല, പല വിവാദത്തിലും ഈ ഒരു അവസരത്തിൽ അത് പാടില്ലായിരുന്നു. എം ലോറൻസിന്റെ മകളായ ആശ ഫേസ്ബുക്കിൽ തന്നെ ആരോപിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് താങ്കൾക്ക് എതിരെ കൂടിയാണ്. അതായത്, ഇതൊന്നും എൻ്റെ പിതാവ് എവിടെയും പറഞ്ഞിട്ടില്ല, പരസ്യമായി അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വാദം. രണ്ട്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്തിരുന്നത് താങ്കളായിരുന്നു. അദ്ദേഹം ചോദിച്ചിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേഡും മറ്റും അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല. താങ്കളുടെ അഭിപ്രായങ്ങൾ എം ലോറൻസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ എം ലോറൻസിൻ്റേത് എന്ന പേരിൽ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് അവർ ആരോപിക്കുന്നത്. അത് തികച്ചും അസത്യ പ്രചാരണമാണ്. കാരണം അദ്ദേഹം എന്നോട് പറയുന്ന എല്ലാം ഞാൻ പരമാവധി റെക്കോർഡ് ചെയ്തെടുത്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും ഒരു പിശക് വന്നാൽ അതിന് അർത്ഥവ്യത്യാസം വരും എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ, ഞാനും മാധ്യമപ്രവർത്തനം പഠിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പോലും അദ്ദേഹം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൊടുക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അത്രയും സമുന്നതമായ ഒരു നേതാവിൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയാണ്, അല്ലെങ്കിൽ വാക്കുകൾക്ക് പോലും വലിയ വിലയാണ് ജനങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ, ഈ ആശാ ലോറൻസ് പറയുന്നത് പോലെ, ആരോപിക്കുന്നത് പോലെ യാതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. കാരണം മെയ് 23, 2021 അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീമതി ആശാ ലോറൻസ് അവിടെ വന്ന് വലിയ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു 8:30 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഹോസ്പിറ്റലിലേക്ക് ഉടൻ വരണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഞാൻ ആ പോസ്റ്റ് എന്നെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് ശേഖരിക്കുന്നതോടൊപ്പം തന്നെ അതിലെ വിവിധ ഭാഗങ്ങൾ റെക്കോർഡും ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആവശ്യം വരുമ്പോൾ അത് പുറത്തുവിടും. അപ്പോൾ
ഈ പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു തന്ന അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ മനസ്സിലാക്കിയാൽ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ പോസ്റ്റ് ഇട്ടതിന് ശേഷവും അദ്ദേഹം ഇതിനേക്കാളേറെ കാര്യങ്ങൾ ആശാ ലോറൻസിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളതൊന്നും വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഒന്നും വെളിപ്പെടുത്താനും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഈ കാര്യത്തിൽ വളരെ കാലമായി മകൾ ഒരു ഭാഗത്താണ്, അവർ ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടും സ്വീകരിച്ചിരുന്നു. അതിനപ്പുറത്ത് എം ലോറൻസിന്റെ ഇതര കുടുംബാംഗങ്ങളുമായി അവർ ഇടയ്ക്കിടയ്ക്ക് കലഹിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾക്കെതിരെയും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ഉന്നയിച്ചിട്ടുള്ള ആരോപണം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുസ്തകങ്ങളും നവതിക്ക് കിട്ടിയ പുരസ്കാരങ്ങളും അടക്കം എടുത്തുകൊണ്ട് പോയി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തു, ക്യാഷ് എടുത്തു, വാച്ചുകളും ഷാളുകളും പുസ്തകങ്ങളും സ്വന്തമാക്കി, ഇങ്ങനെയൊക്കെ ആരോപണങ്ങളുടെ ഒരു നീണ്ട പട്ടികയുണ്ട്. ആ ആരോപണങ്ങൾക്കൊക്കെ ആ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് വിവരങ്ങൾ കിട്ടും. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തെന്നാണല്ലോ പറയുന്നത്. ആ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ തന്നെ ആര് പണം എടുത്തു എന്നുള്ളത് വ്യക്തമാക്കാം. പിന്നെ ഇന്ന് അവധി ആഘോഷം നടന്നത് എൻ്റെ വീട്ടിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്തല്ല, അത് അദ്ദേഹത്തിൻ്റെ മകൻ അബിയുടെ വീട്ടിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്താണ്. ഈ പുരസ്കാരം നേടിയ ശേഷം അദ്ദേഹം നേരെ പോകുന്നത് തൃപ്പൂണിത്തുറ ആയുർവേദ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്കാണ്. അപ്പോൾ അബിച്ചേട്ടൻ്റെ മകനാണ് ഈ വസ്തുക്കൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതിപ്പോഴും അവിടെ ഉണ്ട്, അത് ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം. ബാക്കി പറയുന്നതെല്ലാം എനിക്കിതിൻ്റെ ആവശ്യം ഈ പറഞ്ഞ പോലെ വിശദീകരിക്കേണ്ട ആവശ്യം പോലും വന്നത് ഇത്തരത്തിൽ വ്യാപകമായി പ്രചരണം നടക്കുകയും അത് പാർട്ടിക്കും കൂടി ദോഷമാകുന്ന വിധത്തിൽ വരികയും ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കാൻ തന്നെ തയ്യാറായത്. ഞാൻ ഇതുവരെ ഇവർ ആരോപിക്കാൻ തുടങ്ങിയത് കുറച്ച് നാളുകളായി, പക്ഷേ മറുപടി പറയാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് വിഷമിപ്പിക്കാൻ, മരണം വരെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആശയ്ക്ക് മറുപടി കൊടുക്കരുത് എന്ന്. തീർച്ചയായും. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോഴത്തെ ആരോപണങ്ങൾ അതിൻ്റെ വസ്തുത എന്ത് എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ സംഭവിച്ചത്, എം ലോറൻസിനെ പോലെ ഒരു വലിയ നേതാവും ഇടവാങ്ങുമ്പോൾ അതിവൈകാരികമായ യാത്രയപ്പ് ഉണ്ടാവും, വലിയ നേതാക്കളൊക്കെ വിടവാങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ സാധാരണ നിലയിൽ ഇല്ലാത്ത ചില സുഖകരമായ രംഗങ്ങൾക്ക് എറണാകുളം ടൗൺ ഹാൾ ഇന്ന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഒഴിവാക്കേണ്ടതായിരുന്നു, അദ്ദേഹത്തിന്റെ ഓർമ്മകളോട് നീതി പാലിക്കണമെങ്കിൽ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു താങ്കൾക്ക്? 100% ഒഴിവാക്കേണ്ടതായിരുന്നു. മാത്രമല്ല അഭിലാഷേ, കേരളത്തിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെ കേരളത്തിലെ ജനാധിപത്യ കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഈ എം ലോറൻസ് സഖാവിനെ പോലെ ത്യാഗോജനമായ ജീവിത ചരിത്രമുള്ള സഖാക്കൾ, കാരണം ആ കാലത്ത് ജനിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതൊക്കെ രാഷ്ട്രീയത്തിലതീതമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ആദരവോടെ മാത്രം ഓർക്കാൻ പറ്റുള്ളൂ. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൻ്റെ കാര്യത്തോടെ അഭിലാഷ് സൂചിപ്പിച്ചു, അതിൽ അവസാനത്തെ കണ്ടി മറഞ്ഞുപോയി. ഈ ചർച്ചയിൽ ഉചിതമായ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് വ്യക്തിപരമായുള്ളൊരു കാര്യം ഞാൻ പറയാം. 2000 കൈരളി ചാനൽ തുടങ്ങിയപ്പോൾ ഞാനൊരു പൊളിറ്റിക്കൽ സീരിയൽ ചെയ്തിരുന്നു, 18 എപ്പിസോഡുള്ള വിയോജിപ്പിന് ശബ്ദം പറഞ്ഞ്, അതൊന്ന് കേൾക്കാൻ സന്മനസ്സുണ്ടാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതിൽ ബഹുമാനപ്പെട്ട എം ലോറൻസ് സഖാവിൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് എന്ന് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ്, അദ്ദേഹത്തിനെ കൊണ്ട്, അന്ന് അദ്ദേഹം വളരെ തിരക്കുള്ള മനുഷ്യനാണ്, ഇപ്പോൾ 24 വർഷത്തോളം അടുക്കാറായി. അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണക്കാരൻ ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മണിക്കൂറുകളോളം ഞങ്ങൾ അന്ന് അഭിമുഖം എടുത്ത് അവിടെ. ആ അഭിമുഖത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സാക്ഷാൽ യേശുദാസ്, ദാസേട്ടനും ഉണ്ടായിരുന്നു, സാക്ഷാൽ ദാസേട്ടനും ആ പ്രോഗ്രാമിനുണ്ടായിരുന്നു. ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കൈരളി വന്നപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത് ജ്വലിക്കുന്നൊരു ഓർമ്മയുടെ ജീവിതത്തിൽ. അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അവരൊക്കെ സഹിച്ച ത്യാഗങ്ങളും കേരളത്തിലെ പാവപ്പെട്ട അരക്ക് തൊഴിലാളികളെ പോലും സംഘടിപ്പിച്ച ചരിത്രങ്ങളൊക്കെ യാതൊരു എക്സാജറേഷനും ഇല്ലാതെ സഖാവ് പറഞ്ഞത് ഇന്നും കാതുകളിലുണ്ട്. കൈരളിയുടെ ആർക്കവൈസിൽ അത് തപ്പിയാൽ കിട്ടും, അത് ഞങ്ങൾ എടുത്ത അഭിമുഖം. ആ സഖാവിനെ ഇന്ന്, ബഹുമാനപ്പെട്ട സഖാവിനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല കേരളത്തിലെ തൊഴിലാളി വർഗം, തൊഴിലാളികൾ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവരുടെ അവകാശങ്ങളെ നേടിയെടുത്ത അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരു തൊഴിലാളി നേതാവായിരുന്നു എം ലോറൻസ് എന്ന് പറഞ്ഞ ആൾ. ഒരു കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വൻ ശബ്ദമായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ട് എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറവാകിയ മഹാന്മാരായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ CPM നേതാക്കന്മാരിൽ കേരള ആദരവോടെ കാണുന്ന അപൂർവം VS അച്യുതാനന്ദനെ പോലെയോ അല്ലെങ്കിൽ ആ കാറ്റഗറിയിലൊക്കെ പെട്ട EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒക്കെ കാറ്റഗറിയിൽപ്പെട്ട ഒരു സഖാവിന് കൊടുത്ത, അദ്ദേഹത്തിന് മകൾ കൊടുത്ത അനാദരവ് സത്യത്തിൽ അത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. പക്ഷേ പാർട്ടി, മുഖ്യമന്ത്രി സഹിതം പാർട്ടി എന്നാൽ അദ്ദേഹത്തിന് വീരോചിതമായ യാത്ര ഇപ്പോൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര അദ്ദേഹം പറഞ്ഞു എന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ്റെ മകൻ പറഞ്ഞു. അത് 100% സത്യമാണ്. കാരണം എം ലോറൻസിനെ പോലൊരു സഖാവിന് തൻ്റെ മരണശേഷം പോലും
തന്റെ ശരീരം പോലും മറ്റുള്ളവർക്ക് ഉപയോഗിക്കണമെന്ന് അല്ലാതെ കൊണ്ട് വേറൊരു കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സത്യം പറയണ കേരളം ഇന്ന് അദ്ദേഹത്തിന് കൊടുത്ത വീരോചിതമായ യാത്രയപ്പിൽ വന്ന ഒരു കറ എന്തെല്ലാം നാടകം നടക്കണ്ടേ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് എം.എൻ. ലോറൻസിന്റെ ബഹുമാനപ്പെട്ട മകൻ രണ്ടാമത് മാധ്യമങ്ങളെ അദ്ദേഹത്തിന്റെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുത്തതിന് ശേഷം മാധ്യമപ്രവർത്തകരുമായിട്ട് അദ്ദേഹം വളരെ മാന്യമായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരുടെ നിങ്ങളെ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അറിയാം, ഈ കേരളത്തെ സ്നേഹിക്കുന്നവർക്കറിയാതെ ആരാണ് അതിന് പിന്നിൽ നിന്നുള്ളവരും. വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ മകനെ BJPയുടെ ഒരു സമ്മേളനത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് ഇതാ എം.എം. ലോറൻസിൻ്റെ മകളും മകനും BJPയിലേക്ക് എന്നും പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊന്നും കേരളം മറന്നിട്ടില്ല. ആ ധീരസഖാവിനോട് കേരളത്തിൻ്റെ പരിവർത്തനത്തിനും കേരളത്തിൻ്റെ നേട്ടത്തിനും വേണ്ടി അഹോരാത്രം പണിപ്പെട്ട നിസ്വാർത്ഥനായി കൈകളിലൊന്നുമില്ലാതെ മടങ്ങിയ ആ സഖാവിനോട് അന്ന് മുതലേ ഇവർ ചെയ്ത പാതകം കേരളം മറക്കത്തില്ല. കാരണം ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറഞ്ഞത്. ഒരിക്കൽ എം.എം. ലോറൻസ് എന്ന് പറയുന്ന സഖാവിനെ കണ്ട് സംസാരിച്ചവർ അദ്ദേഹത്തിൻ്റെ ആർജവത്വം, അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി, നിങ്ങൾക്കറിയണം അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി, അദ്ദേഹത്തിൻ്റെ ആർജവത്വം, രാഷ്ട്രീയ അവബോധം, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, അത് തൊട്ടറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിലെ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം. ശരി, ഓക്കെ. ഷേനം പിയേഴ്സൺ, ഇപ്പോൾ താങ്കൾക്ക് പറയാം. കേൾക്കാമല്ലേ? കേൾക്കാം കേൾക്കാം കേൾക്കാം. അല്ല, എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ്. 1950 ഫെബ്രുവരി 28-നാണ് അത് സംഭവിക്കുന്നത്. അത് നയിച്ച ആത്മഹത്യാ സ്ക്വാഡിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിരുന്നു സഖാവ് എം.എം. ലോറൻസ്. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ എബ്രഹാം മാടമാക്കലാണ്. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ കൽക്കത്ത CCSന്റെ വെളിച്ചത്തിൽ ചേട്ടൻ പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമില്ല, നീ പോയിക്കോളൂ എന്ന് പറയുകയും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം വളരുകയും വികസിക്കുകയും കേരളത്തിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമായി മാറിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള, വ്യക്തമായ നിലപാടുള്ള എം.എം. ലോറൻസ് എന്ന് പറയുന്ന സഖാവ് പള്ളിയുടെ ഒരു ശവകുടീരത്തിൽ അന്തിയുറങ്ങാൻ ആഗ്രഹിക്കില്ല എന്നുള്ള കാര്യം കേരളത്തിന് അറിയാവുന്നതാണ്. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ശവശരീരം മക്കൾക്ക് അവകാശപ്പെടാം, ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസം കാണിക്കേണ്ടതില്ല. പക്ഷേ 4 മക്കളിൽ ഒരാൾ മരിച്ചു പോവുകയും 3 മക്കൾ അവശേഷിക്കുകയും ചെയ്തപ്പോൾ ഈ 3 മക്കളും ഓരോരോ ഭാഗം ആവശ്യപ്പെട്ടാൽ ഹൈക്കോടതി സഖാവ് എം.എം. ലോറൻസിന്റെ ശരീരം 3 കഷ്ണങ്ങളായി മുറിച്ച് ഓരോരുത്തർക്കും കൊടുക്കുമോ? അങ്ങനെ കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ മരിച്ചുപോയ ലോറൻസിനോട്, അദ്ദേഹത്തിന്റെ ധീരമായിട്ടുള്ള ചരിത്ര പശ്ചാത്തലത്തോട്, തോട്ടികളെ സംഘടിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച അത്യപൂർവമായിട്ടുള്ള മനുഷ്യത്വത്തിനോട് കൂറു പുലർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, മകളോ മറ്റുള്ളവരോ ആരായിക്കൊള്ളട്ടെ, അവർ പുലർത്തേണ്ടത് അദ്ദേഹത്തിന് മാന്യമായ വിട നൽകുക എന്നുള്ളതാണ്. ആ മാന്യമായ വിട നൽകൽ എന്നത് ഇന്ന് ടൗൺ ഹാളിൽ ഉണ്ടായില്ല. ഞാനവിടെ ഉണ്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനെ പോലെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ സഖാവ് NK മാധവനും അതുപോലെ സഖാവ് വറുതുകുട്ടിയും എടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായി ഭീകരമായ മർദ്ദനത്തിന് വിധേയമായി മരിച്ചു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് 17 സഖാക്കൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത്. പക്ഷേ ആ ആക്രമണത്തിൽ 2 പോലീസുകാർ മരിച്ചു എന്നല്ലാതെ അകത്ത് കിടന്ന സഹാക്കളെ വിമോചിപ്പിക്കാനായിട്ട് ഈ ആത്മഹത്യാ സ്ക്വാഡ് അംഗങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിന്റെ ഒരു ഭീകരതയും പൈശാചികതയും പിന്നെ അകത്ത് കിടന്നവർക്കാണ് അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ അച്ഛനെ പോലീസ് ഏതാണ്ട് 90 ദിവസം കുളിപ്പിക്കാതെ ഇടിച്ചു. അദ്ദേഹം ധരിച്ചിരുന്നതായിട്ടുള്ള ഷർട്ട് അദ്ദേഹത്തിന്റെ തൊലിയിൽ ഒട്ടിച്ചേർന്നു എന്നാണ് പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ധീരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയ ലോറൻസിന്റെ മനസ്സിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ കടന്നു വരും എന്ന് നമ്മൾ ഒരിക്കലും കണക്കാക്കേണ്ടതില്ല. കാരണം അവസാന കാലം വരെയും അദ്ദേഹം നിരന്തരമായിട്ട് പോരാട്ടം നടത്തുകയും അദ്ദേഹം വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിന്, പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഏജിലെ ഒരു ക്ലാസ് വാർഫെയർ എന്താണെന്നതിനെ കുറിച്ച് കേരളത്തിൽ ചിന്തിച്ച അപൂർവ നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ എന്തിനാണ് പള്ളിയുടെ തെമ്മാടിക്കുഴിയിലോ അല്ലെങ്കിൽ പള്ളിയുടെ മണ്ണിലോ കുഴിച്ചിടാനായിട്ട് ആഗ്രഹിക്കുന്നത്? മരണത്തിന് ശേഷം ആ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും കാര്യമായ പ്രസക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. അത് കത്തിച്ച് കളയാം, മെഡിക്കൽ കോളേജിന് കൊടുക്കാം,
പള്ളിയിൽ കുഴിച്ചിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ സ്വാഭാവികമായിട്ട് ബാക്ടീരിയൽ ഗ്രോത്ത് കൊണ്ട് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ കത്തിച്ച് ചാരമാക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് സമൂഹം സ്വീകരിച്ചു വരുന്നതായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. പക്ഷേ ശവശരീരത്തിന് വേണ്ടി ഒരിക്കലും പിടിവിലികൾ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുന്നത് ഒരു കാരണവശാലും കോടതി പോലും അതിനെ പരിഗണിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കോടതിക്ക് 2 മക്കൾ അദ്ദേഹത്തിന്റെ ശവശരീരം മെഡിക്കൽ കോളേജിനെ വിട്ടുകൊടുക്കണമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. 3ാമതൊരാളാണ് പറഞ്ഞത് അത് വേണ്ട, എനിക്ക് പള്ളിയിൽ അടക്കം ചെയ്യാനായി തരുമെന്നാണ്. കോടതി എന്ത് ചെയ്യും? കോടതിക്ക് ചെയ്യാൻ പറ്റിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3ആക്കി മുറിച്ച് 2 കഷ്ണം 2 മക്കൾക്കും 1 കഷ്ണം ഈ 3ാമത്തെ മകൾക്കും കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെയാണോ നമ്മുടെ സമൂഹം ഇത്രയും കാലം ജീവിച്ച സാമൂഹ്യ വ്യവസ്ഥയുടെയും രാഷ്ട്രീയ ബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്? അതിന്റെ പിന്നിൽ ആര്, അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം, അതൊക്കെ അപ്രസക്തമാണോ ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം? ഒരച്ഛനെ കുറിച്ച് മകൻ ചിന്തിക്കുന്ന സമയത്തോ മകൾ ചിന്തിക്കുന്ന സമയത്തോ അവരെ ആദരപൂർവ്വം വിട പറയാൻ അനുവദിക്കുക എന്ന് പറയുന്നതാണ് കേരളത്തിന് കരണീയമായിട്ടുള്ളത്, ലോകത്തിന് കരണീയമായിട്ട്, മനുഷ്യന് കരണീയമായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ കെന്നഡി കരിമ്പുംകാലായിൽ ഏത് മനുഷ്യനായാലും അയാളുടെ അന്ത്യാഭിലാഷം അനുസരിച്ച് അന്ത്യനിദ്ര ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ പള്ളിയിൽ അടക്കം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ, അല്ലാത്തവർക്ക് അങ്ങനെ, മൃതദേഹം കത്തിക്കണം അല്ലെങ്കിൽ സംസ്കരിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അങ്ങനെ. ഇതൊക്കെ നമ്മുടെ ഒരു സാമാന്യമായ മര്യാദയാണ്. ഇവിടെ MM ലോറൻസിന് അത് കിട്ടാതെ പോയത് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടായത് ദൗർഭാഗ്യകരമല്ലേ? MM ലോറൻസിന്റെ ശരീരം പള്ളി ക്ലെയിം ചെയ്യുന്നുണ്ടോ? അഭിലാഷേ, അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്ക് കാണാം സാധാരണഗതിയിൽ CPM-ൻ്റെ ഈവൻ നമുക്കറിയാം സഖാവ് MM ലോറൻസ് ഏത് അധികാര സ്ഥാനത്താണ് ഇരുന്നിട്ടുള്ളത്? മുഖ്യമന്ത്രി ആയിരുന്നുണ്ടോ? ഏതെങ്കിലും പവർഫുൾ മന്ത്രിയായിരുന്നോ? ഒരു തവണ MP ആയി എന്നല്ലേ ഉള്ളൂ. അധികാരം ഒരു ലോങ് ടൈമിലേക്ക് കൈയാളിയ ഒരു വ്യക്തിയല്ല. പക്ഷേ ഭയങ്കരമായ ഒരു വ്യക്തിത്വം, ഒരു വല്ലാത്ത കരിസ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 5 മിനിറ്റിനകം തന്നെ ഒരു ബിഷപ്പ് റെസ്പോണ്ട് ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ വാൽ പിടിച്ച് പല പിതാക്കന്മാരും രംഗത്ത് വരുന്നതും ശ്രദ്ധേയമായിരുന്നു. അത് ഇതിനു മുമ്പ് അങ്ങനെ സാധാരണമായ ഒരു കാര്യമാണ്, അങ്ങനെ എപ്പോഴും വരുന്നതല്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതുമായി സഭയുമായി ഒരു ബന്ധം നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കടന്നുപോകലിന് ശേഷം ഇപ്പോൾ ശ്രീ PSN ചോദിച്ച ചോദ്യത്തിന് എങ്ങനെ നമ്മൾ മറുപടി പറയും? 3ആയി മുറിക്കാൻ പറ്റില്ലല്ലോ. നിലവിലുള്ള ഭൂരിപക്ഷം നോക്കിയാലും 2-1 ഉള്ളൂ. അപ്പോൾ 2 അതാണ്. ഇനി അതിൻ്റെ മറ്റൊരു വശം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ബോഡി, അതായത് മറ്റൊരു വേർഷൻ ഞാൻ പറയുകയാണ്. അതിന് വിശ്വാസികൾ എപ്പോഴും തീർച്ചയായും സഭയുടെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് കുഴിയിൽ അടക്കം ചെയ്യണമെന്നും അവിടെ ആ കുരിശു നാട്ടി അദ്ദേഹത്തിൻ്റെ പേരെഴുതി വെക്കണമെന്നും 7 അടി യന്ത്രം മുതൽ ഓഫീസുകൾ മുതൽ 30 അങ്ങനെ 100 അടി എല്ലാം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലായിരിക്കും. ശരീരം വിട്ടുകൊടുക്കുന്നതോടുകൂടി അങ്ങനെ ഒരു ഭൗതികമായ ഒരു ബന്ധം സിമിത്തേരിയുമായോ പള്ളിയുമായോ പൂർണ്ണമായും ഇല്ലാതാവുന്നു. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായും സഭയ്ക്കും സഭാവിശ്വാസികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇനി ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയട്ടെ, തികച്ചും വ്യക്തിപരമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കാം. എന്നാലും ഞാൻ പറയാം, അദ്ദേഹത്തിനോട് സഭയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഘടനയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, അഥവാ അദ്ദേഹത്തിൻ്റെ 2 മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്. കാരണം അത് അടുത്ത തലമുറയ്ക്ക് അദ്ദേഹം എന്തിനു വേണ്ടി ജീവിച്ചോ ആ ജീവിതം സാക്ഷാത്കരിക്കപ്പെടുന്നതിൻ്റെ മറ്റൊരു കാൽവെപ്പ് കൂടിയാണെന്ന് മനസ്സിലാക്കണം. അവിടെ കുടിച്ചിട്ടത് കൊണ്ട് സയൻറ്റിഫിക്കായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൊണ്ട് സയൻസ് പരമായി ചിന്തിച്ചാൽ ഇന്നുകൊണ്ട് അവസാനിക്കും. അതേസമയം വിട്ടുകൊടുത്താൽ എത്രയോ കുട്ടികൾ അതിൽ നിന്ന് പഠനം നടത്തുകയും എത്രയോ ജീവനുകൾ അത് കാരണം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ വേണ്ടാന്ന് വെക്കുന്നത് ഒരു വിശ്വാസ താല്പര്യത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഗുരുതരമായ തെറ്റ് ഒരു തലമുറയോടുണ്ടാകുന്നതിനോട് വ്യക്തിപരമായി എനിക്കൊരു യോജിപ്പുണ്ട്. പക്ഷെ ഞാൻ മറ്റൊന്ന് പറയട്ടെ അഭിലാഷ്, ഇപ്പം ഈ CPM ഒരു വേർഷനാണ് കൊണ്ടുവരുന്നത്. CPM എന്നാണ്
ട്രേഡ് യൂണിയൻ രംഗത്തുള്ള ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വരാം. താങ്കളുടെ ഓഡിയോയ്ക്കും ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട താങ്കളുടെ സംശയം എന്താണോ അതിലേക്ക് വരാം. ശ്രീ ടി പി ജയേന്ദ്രൻ, ഇതിൽ നിങ്ങൾക്ക് റോളുണ്ടോ? അദ്ദേഹത്തിന്റെ ഇപ്പോൾ വിവാദമുണ്ടാക്കിയ മകൾ ആശ BJP-യുമായി രാഷ്ട്രീയ ഐക്യം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അവര് രംഗത്ത് വന്നത് രാഷ്ട്രീയ പിന്തുണയോടുകൂടിയാണ് എന്ന് മൂത്ത മകൻ സജീവൻ ആരോപണമുണ്ട്. CPM അത് പൂർണ്ണമായും രാഷ്ട്രീയമായ ആരോപണമാക്കി മാറ്റുന്നില്ലെങ്കിലും അവരും അത് പറയാതെ പറയുകയോ അതല്ലെങ്കിൽ ചില താല്പര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വെക്കുകയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ റോളുണ്ടോ? നോക്കൂ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വേട്ടയാടിയത്, ആ വേട്ടയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് നമ്മൾ ഓർക്കണം. ആ മാന്യൻ എന്ന് പറയുന്ന പലരും അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തെ വേട്ടയാടി എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. ഇനി മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അഭിലാഷ് ചോദിച്ച ചോദ്യത്തോട്, ഒരു മനുഷ്യൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ വിവാഹം, അദ്ദേഹത്തിൻ്റെ മക്കളുടെ മാമോദീസ മുക്കൽ മുതലായ ചടങ്ങുകൾ ഒരു മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ ഈ ചർച്ച ഇവിടെ നടത്തുമ്പോൾ ഇവിടെ വരുന്ന അരുൺ ആൻ്റണിയേക്കാളോ റെജി ലൂക്കോസിനേക്കാളോ TP ജയചന്ദ്രനേക്കാളോ PM പിയേഴ്സണേക്കാളോ ഏതൊരാളെക്കാളും അദ്ദേഹത്തിന് ജൈവികമായ ബന്ധം അദ്ദേഹത്തിൻ്റെ മക്കളോടുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ ചർച്ച ആ ദേഹം വേർപെട്ട കേവലം ശരീരമായ മൃതശരീരമായ ഒരു ഉടുവസ്ത്രം മാത്രമായി മാറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് പുറത്തേക്ക് ഇത്തരമൊരു ചർച്ചയിൽ രാഷ്ട്രീയം കടത്തിവിടണം എന്നുള്ള ആഗ്രഹം നമുക്കൊന്നുമില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ഒരു മുൻവിധിയോടെ തന്നെയാണ് അഭിലാഷ് വിഷയം അവതരിപ്പിച്ചത്. അഭിലാഷ് പറയുന്നു അദ്ദേഹം ഒരു വിശ്വാസിയല്ലായിരുന്നു എന്ന്. ഞാൻ അഭിലാഷോട് ചോദിക്കട്ടെ, ഒരുപക്ഷെ തൻ്റെ ഏറ്റവും ജൈവശാസ്ത്രപരമായി തൻ്റെ എല്ലാ ഹോർമോണുകളും പ്രവർത്തിച്ച കാലഘട്ടത്തിലാണ് അദ്ദേഹം എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ടാവും. ഒരു യൗവനാവസ്ഥയിലാണ് ഒരു യുവാവിൻ്റെ ഏറ്റവും ചിന്താശക്തിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അങ്ങ് വീറോടെ ഉണ്ടാകുന്നത്. ഞാൻ അഭിലാഷോട് ചോദിക്കുന്നു, ആ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിവാഹം ക്രിസ്തീയ ആചാരപ്രകാരമായി നടത്തി അദ്ദേഹത്തെ വിശ്വാസിയല്ലെന്ന് പറയാൻ സാധിക്കുമോ? അദ്ദേഹത്തിൻ്റെ മക്കളെ മാമോദിസ മുക്കാൻ കൂട്ടുന്ന ഒരു സെക്കൻഡ് ശ്രീ ടി പി ജയേന്ദ്രൻ. ഇപ്പോൾ ശ്രീമതി ആശ ലോറൻസ് നമ്മോടൊപ്പം ഉണ്ട്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ആശ, ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്, കോടതി ഉത്തരവനുസരിച്ചാണ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഹൈക്കോടതിയിൽ താങ്കൾ ഒരു ഹർജി നൽകി. ഹൈക്കോടതി അക്കാര്യത്തിലൊരു നിർദ്ദേശം നൽകിയാൽ അത് അനുസരിക്കുക എന്നുള്ളത് എല്ലാ നിയമം അനുസരിക്കുന്ന ആളുകളും ചെയ്യേണ്ട കാര്യമല്ലേ? അതനുസരിച്ചല്ലേ ഞാൻ. അതിനിപ്പോൾ എന്താ ചെയ്ത് മോർച്ചറിയിൽ കൊണ്ടുപോകാൻ അവിടെ പ്രിസർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് വെട്ടിക്കയറി പട്ടിക്കും ഉച്ചയ്ക്ക് ഇട്ട് പഠിക്കാനൊന്നും കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല കോടതി. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷമാണല്ലോ ഈ മൃതദേഹം എടുക്കുന്ന സമയത്ത് താങ്കളും മകനും അവിടെ ചെന്ന് അത് തടയുന്ന നിലയിൽ പ്രവർത്തിച്ചത്. തടയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന എങ്ങനെയാണ്? എന്റെ കൊണ്ടുപോകാണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പനെ അവിടെ കിടത്താൻ പറ്റില്ലല്ലോ. കോടതി മോർച്ചറിയിലോട്ട് വെക്കാൻ പറഞ്ഞാൽ മോർച്ചറിയിൽ കൊണ്ടുപോകണം. പക്ഷെ എനിക്ക് എന്റെ അപ്പനൊരു അന്ത്യചുംബനം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മെനിയാന്ന് രാത്രിയാണ് 11 മണിക്കാണ് എത്തിയത്. അപ്പച്ചന് 7 മണിയോടുകൂടി തന്നെ മോർച്ചറിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. നേസൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട്. ഇന്നലെ ഞായറാഴ്ചയാണ്. മോർച്ചറിയുടെ മുമ്പിൽ ഞാൻ പോയി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? പിന്നെ ഇന്ന് എനിക്ക് കാണാൻ പോകേണ്ടിയിരുന്നു. പിന്നെ നിങ്ങളെല്ലാം ഈ കുറ്റപ്പെടുത്തി ചോദിക്കുമ്പം എന്താണ് അവസ്ഥ, സത്യാവസ്ഥയും കൂടി അറിയാം. ഞാൻ ഇന്നലെ PB മെമ്പർ വിജയരാഘവനെ 10:06 വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹം വരില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറയും തൃശ്ശൂർ എത്തി വരും എന്ന് പറഞ്ഞു. ഞാൻ 2 ഡിമാൻഡ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബു മാത്യു P ജോസഫ് എന്ന് പറഞ്ഞ ഉപലോകയത്ത അപ്പൻ്റെ നെവ്യൂ ആണ്. അയാളും അയാളുടെ അനന്തരവൻ ഒരു അരുൺ ആന്റണിയുമാണ്. അവനാണ് ഈ FB പോസ്റ്റ് ഇട്ടിട്ട് എന്നെ അപമാനിക്കാനായിട്ട് പ്രവർത്തിച്ചത്. ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടാകാൻ പാടില്ലെന്നും എൻ്റെ അപ്പനെ ഇവിടെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് വെട്ടിക്കീറാനായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞത് കോൺട്രവേഴ്സിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ശാന്തനായിട്ടാണല്ലോ അദ്ദേഹം സംസാരിക്കുക. ഞാൻ പറഞ്ഞു നേരം വെളുത്താൽ ഞാൻ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പാർട്ടി ഇതിന് തീരുമാനം എടുക്കണം. ഞാൻ പാർട്ടിയിലെ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി മെമ്പറോടോ ഏതെങ്കിലും സഖാത്തിയോടോ അല്ല പറഞ്ഞ PB മെമ്പർ എന്ന് പറഞ്ഞ സമുന്നത നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. സീനിയർ മോസ്റ്റ് ലീഡറിന്റെ മകളാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു അവർക്ക്. എന്തുകൊണ്ട് അവര് ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്തില്ല? അല്ല, അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഒഴിവാക്കണം. ശ്രീമതി ആശ താങ്കളുടെ പിതാവാണ് എന്ന് മാത്രമല്ല കേരളത്തിന് വളരെ ആദരവുള്ള വലിയ ഒരു മഹാനായ നേതാവാണ്. അപ്പോൾ ആ നേതാവിന്റെ അന്ത്യയാത്ര എന്ന് പറയുന്നത് അങ്ങേയറ്റം ആദരവോടുകൂടി നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ താങ്കൾ അവിടെ പോയി ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വലിയ അനാദരവല്ലേ സംഭവിച്ചിരിക്കുന്നത്? താങ്കളുടെ ഭാഗത്ത് എന്ത് അനാദരവ് കാണിച്ചെന്ന് പറയണത്? നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനാണോ ഈ ചർച്ചയിലോട്ട് എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? എന്ത് അനാദരവ് കാണിച്ചത്? പെരുമാറ്റം നല്ല താങ്കളുടെ പിതാവിന്റെ മികച്ചതായോ?
നിങ്ങൾ തന്നെ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കണമെങ്കിൽ ഞാൻ എന്തിനാ പറഞ്ഞോളൂ. എന്റെ അപ്പനാണ് ഈ കിടക്കുന്നത്. എന്റെ അപ്പനാണെന്ന് പറഞ്ഞു. എന്റെ അപ്പനെ പട്ടിക്കും കുട്ടിക്കും വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോ മുൻകരുതലോടോട്ടി എടുത്തു വെച്ച സഖാത്തികളെ നിരത്തി നിർത്തിയിരുന്ന് നിങ്ങൾ കണ്ടോ? ഏത് കോടിയേരിയുടെ ചുറ്റും സഖാത്തികൾ നിന്നിരുന്നോ? EMSന്റെ ചുറ്റും സഖാത്തികൾ നിർത്തിയിരുന്നോ? AKG വിട്ട് സഖാത്തികൾ നിർത്തിയിരുന്നോ? അവരൊക്കെ ദൂരെ മാറിയില്ലിരിക്കണം. സഖാക്കളും റെഡ് ബളൻസ് കൺട്രോൾ ചെയ്യും. മുതിർന്ന സഖാക്കൾ വന്ന് ലാൽസലാം പറഞ്ഞു പോകും. പറഞ്ഞിട്ടോ ഇവിടെ എന്താ നടന്നത്? അതെന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? എന്നിട്ട് അതിൽ ഒരു സഖാത്തിയുടെ പേര് എനിക്കറിയില്ല, മറന്നുപോയി. കത്രിക്കടവ് ഭാഗത്തെ കൗൺസിലറായിരുന്നു. അവര് കോൺഗ്രസ് ലീഡർ അഡ്വക്കേറ്റ് ലാലി വിൻസിന്റെ സിസ്റ്ററാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവര് ആദ്യകാലത്തൊക്കെ എന്നോടും എന്റെ അമ്മയോടും ഒക്കെ വളരെ സ്നേഹത്തിലും മനസ്സിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് അവിടെ മുഴുവൻ നടന്നത്. ഞാൻ ചോദിക്കുന്നത് ശ്രീമതി ആശ, ഇത് ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമായിരുന്നില്ലേ? MM ലോറൻസിന് സമൂഹം എല്ലാവരും ആദരവോടുകൂടി വിട നൽകുമ്പോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടിയിരുന്ന ഒരു കാര്യമല്ലേ? ഇപ്പോ താങ്കളെ സംബന്ധിച്ച് താങ്കൾ ഒരു നിയമ പോരാട്ടം നടത്തുന്നു. ഓക്കെ, കോടതി എന്തോ പറയട്ടെ, അത് കേൾക്കാം സ്വാഭാവികമായും. അതിനപ്പുറത്ത് ഇത്തരം രംഗങ്ങൾ ഉണ്ടാവുക, അതിൽ പിടിവലികൾ ഉണ്ടാവുക, അത് വളരെ വളരെ മോശമായ ഒരു കാര്യമല്ലേ? നിങ്ങൾ എവിടെയാ ജീവിക്കുന്നത്? അപ്പന്റെയൊക്കെ അമ്മയുടെയും മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയണ മക്കളൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ അവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ എന്നെ സാന്ത്വനിപ്പിച്ച് അപ്പനൊരു ഉമ്മ കൊടുക്കാൻ സഹായിക്കാൻ പലരും പിടിച്ചു മാറ്റാനും നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളുണ്ടായിരുന്നോ? അവിടെ കേട്ടത് എന്റെ അടുത്ത് പറഞ്ഞു അവള് പുറകിലിട്ട് മുട്ടാലും കൊണ്ട് ഒരെണ്ണം കൊടുക്കുകയാണ് വേണ്ടെന്ന്. ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ അപ്പനാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ പൊതുസമൂഹം മാത്രം എടുത്തോണ്ട് പോകുകയൊന്നും വേണ്ട. പൊതുസമൂഹം എന്താണ് ഉമ്മൻചാണ്ടി സാറിനോട് കാണിച്ചതൊക്കെ അറിയാം. അവസാനം നടക്കുന്നുണ്ടായിരുന്നല്ലോ എല്ലാരും കൂടി. നിങ്ങൾ ഉൾപ്പെടെയുള്ള പത്രക്കാർ എല്ലാവരും മരിച്ചിട്ട് വലിയ വർത്തമാനമായിരുന്നല്ലോ അവിടെ ഇതായിട്ട്. ഇവിടെ എന്റെ ഏകപക്ഷമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് എനിക്കൊന്നും പറയാനൊന്നും ഇല്ല. ഈ സഖാത്തികൾ എന്താണ് അവിടെ നാടകം നടത്തിയത്? അതെന്താ ചോദിക്കാത്തത്? ഇപ്പോ ഇവിടെ ലാൽസലാം വിളിക്കുന്നത് അവർ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതല്ലേ? സാധാരണ ഏത് നേതാവ് മരിച്ചാലും അങ്ങനെ ചെയ്യുമല്ലോ. ഇങ്ങനെ സഖാത്തികളെ വളച്ചു നിർത്തി, തിരുവാതിര നടത്തികളെ നിർത്തി സഖാത്തികള് ലാൽസലാം വിളിച്ചിട്ടുള്ള ഏത് സഖാവിന്റെ അവസാന യാത്രയാണ് നിങ്ങൾ തെളിവ് സഹിതം എനിക്ക് കാണിച്ചതാ? ഞാൻ ചോദിക്കട്ടെ, കാണിച്ചതാ ഈ ലാൽസലാം വിളിക്കുന്നതൊക്കെ വൈകാരികമായി താങ്കളുടെ പിതാവിനോടുള്ള അവരുടെ സ്നേഹം കൊണ്ട് വൈകാരികമായി യാത്ര ചെയ്യുന്നതല്ലേ? എന്റെ ചോദ്യം, ഇപ്പോ മറ്റ് കുടുംബാംഗങ്ങൾ താങ്കൾ മാത്രമല്ല, 2 മക്കൾ, മൂത്ത മകനും അതുപോലെ തന്നെ മറ്റ് 2 കുടുംബാംഗങ്ങളും സത്യവാങ്മൂലം കോടതിയിൽ കൊടുക്കുകയും താങ്കളല്ലാത്ത മുഴുവൻ കുടുംബാംഗങ്ങളും ഈ കാര്യത്തിൽ ഈ MM ലോറൻസിന്റെ ആഗ്രഹമനുസരിച്ച് മെഡിക്കൽ കോളേജിന് മൃതദേഹം കൊടുക്കണം എന്ന നിലപാടുകാരാണ്. താങ്കൾക്ക് മാത്രമല്ലേ വ്യത്യസ്ത അഭിപ്രായം? താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് അഭിലാഷ് എന്നാണ്. അഭിലാഷിന് ഈ മുഴുവൻ കുടുംബാംഗങ്ങൾ എന്ന് പറയാൻ എത്ര കുടുംബാംഗങ്ങളുണ്ട് ലോറൻസിന്റെ ലോറൻസിന് ഇപ്പോ ജീവിച്ചിരിക്കുന്ന മക്കൾ താങ്കൾ ഒഴികെയുള്ള ബാക്കി 2 പേരും സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ആണ്, കൊടുക്കട്ടെ. അത് കോടതി തീരുമാനിക്കട്ടെ. അത് തീരുമാനിക്കണത്. എന്ത് തീരുമാനിച്ചു? പ്രിസർവ് ചെയ്യാൻ പറഞ്ഞു. പ്രിസർവ് ചെയ്യാൻ പറഞ്ഞ എന്റെ ഭാഗം കേൾക്കാണ്ട് ഒരു നടപടി ഉണ്ടാവില്ല. താങ്കളുടെ ഭാഗം കേട്ടേ നടപടി ഉണ്ടാവും. അക്കാര്യത്തിൽ സ്വാഭാവികമായും താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം, കേൾക്കാനുള്ള കാര്യം സ്വാഭാവികമായും കേൾക്കുകയും വേണം. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോ എതിർകക്ഷികള് സത്യവാങ്മൂലം കൊടുക്കുന്നത് ഇത്ര ഹൈലൈറ്റ് പറയാൻ, അതാണല്ലോ കോടതി പ്രൊസീജിയർ. അത് ഇത്ര ഹൈലൈറ്റ് ചെയ്ത് പറയാൻ അല്ല, ഞാൻ പറയുന്നത് അവര് 2 പേരും MM ലോറൻസിന്റെ മക്കളാണ്. അവർ പറയുന്നത് എന്റെ പിതാവിന്റെ ആഗ്രഹം ഇതാണ് എന്നാണ് മറ്റ് 2 മക്കളും പറയുന്നത്. താങ്കളെ കുറിച്ച് താങ്കൾ വേറൊരു രാഷ്ട്രീയം സ്വീകരിക്കുന്നു. താങ്കളെ കുറിച്ചുള്ള എതിരഭിപ്രായങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണല്ലോ. ഞാൻ ഏത് രാഷ്ട്രീയം സ്വീകരിച്ചെന്നാണ് അഭിലാഷ് പറയുന്നത്? അഭിലാഷിന്റെ തെളിവുണ്ടോ? അല്ല, താങ്കളുടെ മകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ പോയതൊക്കെ അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നല്ലോ. അമ്മ പോയെന്ന് പറഞ്ഞിട്ട് എന്തൊരു ചോദ്യം, എന്തൊരു ലോജിക്കില്ലാത്ത ചോദ്യമാണ് ചെയ്യുന്നത്. കഞ്ചാവ് അടിക്കുന്ന മക്കളുടെ അമ്മമാരൊക്കെ കഞ്ചാവ് അടിച്ച് നടക്കുവാണോ? മകനൊരു രാഷ്ട്രീയ പാർട്ടി പോയെങ്കിൽ അത് അവന്റെ ഉത്തരവാദിത്വം, അവന്റെ ജീവിതമാണ്. ഞാനെന്താ ചെയ്തു? എന്റെ രാഷ്ട്രീയം നിങ്ങൾക്കറിയോ? MM ലോറൻസിന്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കളുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ നില സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുർപ്രചരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയണമെന്നാണ് 2021 മെയ് 27 MM ലോറൻസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം തന്നെ താങ്കൾ ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള ആളാണെന്ന് ആരോപിച്ചു. അത് പക്ഷപാതിത്വമൊക്കെ ആർക്കാവാം, ഓരോ ആളുകൾക്ക് ഓരോ രാഷ്ട്രീയമാകാം, അതിനിപ്പോ എന്താ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലെയുള്ള സന്ദർഭ
സന്ദർഭങ്ങളിൽ ആ രാഷ്ട്രീയവും കടന്നു വരുന്നുണ്ടോ, അല്ലെങ്കിൽ താങ്കൾ എടുത്ത നിലപാടിൽ അങ്ങനെ എന്തെങ്കിലും ഘടകമുണ്ടോ? ഇതൊക്കെയാണ് സംശയങ്ങൾ. അത് താങ്കളുടെ ജ്യേഷ്ഠനാണ് ആരോപിക്കുന്നതും. ശ്രീമതി ആശ, കേൾക്കാമോ? കോള് കട്ട് ചെയ്തു എന്ന് തോന്നുന്നു. ചർച്ചകളിൽ വീണ്ടും അഡ്വക്കേറ്റ് അരുൺ ആന്റണി, താങ്കൾ ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ ആശാ ലോറൻസുമായ ഒരു വാദപ്രതിവാദത്തിന് താല്പര്യമില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വാദപ്രതിവാദം വേണ്ട. ഈ മതവിശ്വാസം സംബന്ധിച്ച ചില ചോദ്യങ്ങൾക്ക് കുടുംബാംഗം എന്നുള്ള നിലയിൽ താങ്കളുടെ ഉത്തരവ് എന്താണ്? അതായത് എം ലോറൻസിന്റെ പിതാവും നിരീശ്വരവാദിയായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ മൃതദേഹം കലൂരിൽ പൊറ്റക്കുഴി പള്ളി സെമിത്തേരിയിലാണ് അടക്കിയിരിക്കുന്നത്. എം ലോറൻസിന്റെ 4 മക്കളുടെയും വിവാഹം ക്രിസ്തീയ ആചാരപ്രകാരം പള്ളിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല, കൊച്ചുമക്കളുടെ മാമോദീസയിലും പങ്കെടുത്തിട്ടുള്ള, അതായത് ഇതുവരെ ആചാരപരമായി നടന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരാൾ ഈ മരണത്തിന്റെ കാര്യത്തിൽ മാത്രം അതിന് വിഭിന്നമായ ഒരു നിലപാട് പുലർത്തിയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനെല്ലാമുള്ള ഉത്തരം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട്. അത് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്ന പേരിലാണ് ഈ വർഷം ഇറങ്ങിയതാണ്. ആ ഓർമ്മച്ചെപ്പ് തുറക്കുന്നു എന്നുള്ള പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തെ സംബന്ധിച്ച ഒരു ഭാഗം തന്നെയുണ്ട്. അത് കൂടാതെ തന്നെ ഫേസ്ബുക്കിലും അത് സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം എഴുതിയിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹം ഒരിക്കൽ പോലും പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. പകരം അദ്ദേഹം സാധാരണ മനുഷ്യർ തമ്മിൽ ബന്ധപ്പെടുന്ന വൈവാഹിക ജീവിതം പോലെ തന്നെ നടത്തണം എന്ന് മാത്രം, യാതൊരുവിധ മത ആചാരങ്ങളും നടത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി അദ്ദേഹത്തിൻ്റെ എതിർപ്പോടുകൂടി തന്നെ ബാക്കിയുള്ള ഭൂരിപക്ഷം അംഗങ്ങളും തീരുമാനിച്ചത് അദ്ദേഹത്തെ കൊണ്ട് പള്ളിയിൽ തന്നെ വിവാഹം നടത്തണമെന്നാണ്. അതിന് പോലും പള്ളി സമ്മതിച്ചില്ലായിരുന്നു. ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വിവാഹം കഴിപ്പിക്കാൻ പള്ളി ഉപയോഗിക്കാൻ പാടില്ല എന്ന തീരുമാനത്തിന് ശേഷം തൃപ്പൂണിത്തറ യിലുള്ള ഒരു പള്ളി മാത്രമാണ് അദ്ദേഹത്തിന്, യാക്കോബ പള്ളി, ആ പള്ളി മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ വിവാഹം നടത്താൻ അനുവാദം കൊടുത്തത്. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണം മറ്റു പരിപാടികളും നടത്തിയത് അവരുടെ ആഗ്രഹപ്രകാരമാണ് എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമല്ല, മക്കളുടെ കൂടി ആഗ്രഹപ്രകാരമാണ് അതൊക്കെ നടത്തിയതെന്ന്. അദ്ദേഹം വിശ്വാസികൾക്കെതിരല്ല, ഒരിക്കലും വിശ്വാസത്തിന് മാത്രമാണ് എതിര്. വിശ്വാസികളുടെ താല്പര്യത്തിന് അദ്ദേഹം എതിരല്ല. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ചും വൈരുദ്ധ്യാത്മിക ഭൗതികവാദം സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം ക്ലാസ് നന്നായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഇത്തരത്തിൽ വിവാഹം അവിടെ നടന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മൂല്യം കുറയുന്ന തരത്തിൽ ഒക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ, അതിനൊക്കെയുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെ പറയുന്നുണ്ട്. ശരി, ശ്രീ ടി പി ജയേന്ദ്രൻ, താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അഡ്വക്കേറ്റ് ആശ ഫോണിൽ വന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, എം ലോറൻസ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാന വരികളിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുർപ്രചരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ ഇപ്പോൾ വിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു തന്നെ മറുപടി പറഞ്ഞു. ഇതാണ് എം ലോറൻസിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ആത്മകഥ പുറത്തിറക്കുന്നതിനെതിരെ കോടതിയിൽ പോയി പരാജയപ്പെട്ട ആളാണ് ഈ മകൾ. അപ്പോൾ എം ലോറൻസിന്റെ ഈ ശവമടക്ക് സംബന്ധിച്ച് മാത്രമല്ല, അദ്ദേഹം ആത്മകഥ എഴുതി അത് പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ കോടതിയിൽ പോയ ആളാണ്. കോടതി പോകുന്ന എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ മാത്രമായി ലിമിറ്റ് ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഇത് ഈ പറയുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പുറത്താണോ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, ഞങ്ങളൊരു നിലപാട് ഇക്കാര്യത്തിൽ ഞാൻ നിലപാട് പറയാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ എൻ്റെ സമയമെടുത്ത് മറ്റൊരാൾക്ക് കൊടുത്ത് പിന്നീട് അവസരം വന്നപ്പോൾ നിങ്ങൾ വേറെ അടുത്തേക്ക് പോയത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അഭിലാഷ് പറഞ്ഞു വെക്കുന്നത് ഒരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എം ലോറൻസ് എന്നാണോ? സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്താനോ തൻ്റെ മക്കളിലേക്ക് സന്നിവേശിപ്പിക്കാനോ കഴിയാതെ പോയ ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഇന്ന് എത്തിയിരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരുപക്ഷെ അപവാദമായിട്ട് യെച്ചൂരി മാത്രമുണ്ടാകാം. യെച്ചൂരി ഒരുപക്ഷെ അടൽ ബിഹാരി വാജ്പേയിയെ പോയ ഒരു പ്രായോഗിക ജീവിതത്തിൻ്റെയും പ്രായോഗിക തത്വശാസ്ത്രത്തിൻ്റെയും പ്രയോക്താവായിരുന്നു. പകരം പ്രായോഗികമായി തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ സ്വയം ജീവിക്കാനോ തൻ്റെ മക്കളെയോ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം എന്നാണോ അഭിലാഷ് പറഞ്ഞു വെക്കുന്നത്? മക്കളെ എന്തിനാണ് ഓരോ ഇൻഡിവിജ്വൽസ് അല്ലേ ശ്രീജേന്ദ്ര മാസ്റ്റർ? അവർക്ക് അവരുടെ സ്വയം നിർണയ അവകാശമില്ലേ? ഇപ്പോൾ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് കരുതി അയാളുടെ മക്കളെല്ലാം കമ്മ്യൂണിസ്റ്റ് ആവണമെന്നുണ്ടോ?
അഭിലാഷേ, എനിക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണം ആത്യന്തികമായിട്ട് ജീവിച്ച് കാണിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അത് മറ്റുള്ളവരോട് പ്രസംഗിക്കുമ്പോൾ എനിക്കത് ജീവിച്ച് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനൊരു പരാജയപ്പെട്ട ആദർശവാദിയാണ്. സ്വന്തം ജീവിതത്തിൽ പുലർത്താൻ കഴിയാത്തത് മറ്റുള്ളവരോട് പുലർത്തണമെന്ന് പറയുന്നത് ധിക്കാരമാണ്. രണ്ടാമത്, ഒരുപക്ഷെ ഈ ചർച്ച മാതൃഭൂമി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? നോക്കൂ, താങ്കൾ ലോറൻസ് ആശയോട് ചോദിച്ചു, അവിടെ സീൻ ഉണ്ടാക്കിയത് താങ്കളാണോ? ഞാൻ ഒറ്റ ചോദ്യം, അവിടെ സീൻ ഉണ്ടാക്കിയത് ആരൊക്കെയാണ്? ഒരു 3 മക്കളിൽ വിയോജിക്കാനുള്ള അവകാശം ഒരു മകൾക്കില്ലേ? ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വേറിട്ടുള്ള അഭിപ്രായം കൂടി കേൾക്കാനും, നമ്മളൊക്കെ ജനാധിപത്യത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നവരല്ലേ, അവരുടെ വാക്കുകൾ കേൾക്കാൻ അവർ ബഹളമുണ്ടാക്കിയില്ല. അവർ കോടതിയിൽ പോയി, കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഒരു തൽക്കാലം ഉത്തരവിട്ടു. ആ കോടതി വിധി ധിക്കരിക്കുന്നുവെങ്കിൽ അഭിലാഷോട് ഞാൻ ചോദിക്കേണ്ടത്, ആ വിധി നടപ്പിലാക്കേണ്ടത് DYFIയുടെയും CPMൻ്റെയും ഗുണ്ടകളാണോ? വളരെ കൃത്യമായി നമ്മൾ കേൾക്കുന്നു. ആ ചെറുക്കനോട് ചോദിക്കുന്നത് എന്താണ്? ഇവരെന്തറിയാം? അവൻ എന്തെങ്കിലും ചോക്ലേറ്റോ മിഠായിയോ വാങ്ങിക്കൊടുക്കൂ. നോക്കൂ, സ്വന്തം പിതാവ് മരിച്ചു കിടക്കുമ്പോൾ ആ പിതാവിൻ്റെ അതേ ജൈവബന്ധമുള്ള ഒരു മകനോട് പെരുമാറുന്നത് ഈ രൂപത്തിലാണോ? ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിലാഷം ഇത് മെഡിക്കൽ കോളേജ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. പക്ഷേ ഈ ചർച്ചയിൽ വന്ന് ബന്ധു പറഞ്ഞു തുടങ്ങിയത് എന്താണ്? ഞാൻ പാർട്ടിക്ക് വേണ്ടിയാണ് വന്നത്. ഇന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫോളോ ചെയ്യാം. ഇല്ല, ഈ രാജ്യത്ത് നിയമവും സംവിധാനവും നമ്മുടെ മുമ്പിൽ ഇല്ലേ അഭിലാഷേ? അതിന് കൃത്യമായി കോടതി ഇടപെട്ടിട്ടില്ലേ? ആ കോടതി ഒരു തീരുമാനം എടുക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണ്ടേ? ഈ ചർച്ചയിൽ നമ്മൾ ഭയക്കുന്നത് അതിനെ മറികടന്നുകൊണ്ട് ഈ വിഷയം വന്നു. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ 3 മക്കളിൽ ഒരാൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ലേ? ആകാം, വ്യത്യസ്ത അഭിപ്രായമാകാം. കോടതിയിൽ പോയി ആകാം, അതിലും തെറ്റൊന്നുമില്ല. കോടതി ഒരു ഉത്തരവ് പറഞ്ഞിരിക്കുന്നു, അതനുസരിച്ച് കോടതി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുക എന്നതിന് ശേഷം മകളുടെ കൂടി ഹിയറിംഗ് കഴിഞ്ഞ് അവരെ കൂടി കേട്ടതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ടൗൺ ഹാളിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, അവിടുത്തെ മോർച്ചറിയിലേക്ക് മാറ്റുന്ന ഇടയിലാണ് ഈ പറയുന്ന സീൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായം താങ്കൾക്കില്ലാത്തത് ആശ്ചര്യജനകമാണ്. അല്ലാതെ മകൾ കോടതിയിൽ പോയതിനോ അവരുടെ അഭിപ്രായം പറഞ്ഞതിനോ എന്റെ പിതാവിനെ മതാചാരപ്രകാരമാണ് അടക്കേണ്ടത് എന്നൊരു അഭിപ്രായം പറയാൻ മകൾക്ക് അവകാശമുണ്ട്. അതിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് അഭിലാഷ് പറയരുത്. ഇപ്പൊ വന്ന് അവര് പറയുന്നു പിതാവിന്റെ ഭൗതിക ശരീരം അവസാനമായി നിൽക്കുമ്പോൾ ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചു. ഇനി വാദത്തിന് വേണ്ടി കെട്ടിപ്പിടൽ തടഞ്ഞതാണെന്ന് വിചാരിക്കാം. അഭിലാഷ് പറഞ്ഞ വാദത്തിൽ അങ്ങനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് DYFIക്കാരാണോ അതിനെ പിടിച്ചുമാറ്റിക്കൊണ്ടോ? ഈ രാജ്യത്ത് നിയമവും സംവിധാനവും ഇല്ലേ? അതൊന്നുമല്ല അഭിലാഷേ. ഒരു മനുഷ്യന്റെ ശവമടക്ക് രാജ്യത്തെ നിയമ സംവിധാനം ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നത് ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ ഫാസിസമാണ്, സ്റ്റാലിനിസമാണ്. ഇന്ന് നടപ്പിലാക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് അടക്കാൻ പാടില്ല എന്ന മാർക്സിസ്റ്റ് പാർട്ടി തിട്ടൂരമല്ലേ? ഇതൊരു മോസ്കിലേക്കായിരുന്നെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി നിലപാടെടുക്കുമോ? ഇത്തരം ആളുകൾ സംസാരിക്കുമോ? അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് വിട്ടുകൊടുക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരുപക്ഷെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും നായനാരും ഉൾപ്പെടെയുള്ള ആളുകൾ കാണിക്കാത്ത ഔദാര്യം, മാനവികത അദ്ദേഹം കാണിക്കുന്നുവെങ്കിൽ അതിന് അംഗീകരിക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം വീടൊന്ന് പറയേണ്ടത് പാർട്ടിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളുകളാകേണ്ടത്. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടോ? അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹം തന്നെയാണ് ആരോഗ്യ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട എന്റെ മൂത്ത മകൻ എന്ന് അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകനായിട്ടുള്ള സജീവനാണ്, അദ്ദേഹമാണ് വന്ന് പറഞ്ഞത്. അല്ലാതെ പാർട്ടിക്കാരുമല്ല. ഞങ്ങളുടെ തീരുമാനമാണ്, അത് ഞങ്ങൾ പാർട്ടിയെ അറിയിച്ചു എന്നുള്ളതേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഞാൻ വരാം. ശ്രീ NM പിയേഴ്സൺ, താങ്കൾ ആ ചടങ്ങിൽ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇതിപ്പോ ഒരു മകളുടെ വൈകാരികത, പിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള മകളുടെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തലായിരുന്നു അവിടെ സംഭവിച്ചത്. അല്ല, നമ്മള് കുറച്ച് സത്യസന്ധമായി സംസാരിക്കുന്നതാണ് നല്ലത്. ഈ ജയേന്ദ്രൻ മാസ്റ്റർ അധ്യാപകനാണോ? എനിക്ക് സംശയമുണ്ട്. അധ്യാപകൻ ഇങ്ങനെ സംസാരിക്കരുത്. അധ്യാപകന് സംസാരിക്കാൻ പറ്റിയ ഭാഷയല്ല അദ്ദേഹത്തിൻ്റെ. കാരണം മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛന് ചിലപ്പോൾ അച്ഛൻ നിരീശ്വരവാദിയാകാം, അമ്മ ഈശ്വരവിശ്വാസിയാകാം. ആ കുടുംബത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്? അച്ഛൻ്റെയും അമ്മയുടെ അഭിപ്രായങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. അമ്മ പറയാണ് മക്കളുടെ മാമോദീസ എന്ന് പറയുന്ന പള്ളിയിൽ വെച്ചാണെന്ന് പറയുന്നത് നടത്തണം, അതാണ് മര്യാദ. ആ മര്യാദയാണ് ലോറൻസ് കാണിച്ചത്. അതുകൊണ്ട് ലോറൻസ് ഈശ്വര വിശ്വാസിയാണ് എന്നർത്ഥമാകുന്നില്ല. മാത്രമല്ല, വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. ഭാര്യയുടെയും മക്കളുടെയും അതേപോലെ തന്നെ ഭർത്താവിൻ്റെയും അഭിപ്രായങ്ങൾക്ക് ഇടമുള്ള വീടുകളാണ് ശരിയായ ജീവിതത്തിന്റെ
വീടുകൾ അല്ലെങ്കിൽ ജൈവികതയുള്ള വീടുകൾ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അത് മനസ്സിലാക്കാതെ എന്തിനാണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനമാകാം, പക്ഷേ ഒരച്ഛന്റെയും മകളുടെയും ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ രാഷ്ട്രീയം താങ്കൾക്ക് ഇനി അവസരം ഉണ്ടാവും. അവസരം കൊടുത്തു, അതിനെന്താ കുഴപ്പം? ഒരാളും പറഞ്ഞ് ജയിക്കുന്നില്ല, പക്ഷെ എല്ലാവരും കാര്യങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതായിരുന്നു. അപ്പോൾ മതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് എല്ലാ കുടുംബവും സമ്പൂർണ്ണമായിട്ട് ഈശ്വരവിശ്വാസത്തിന്റെയോ നിരീശ്വര വിശ്വാസത്തിന്റെയോ പിടിയിലാകപ്പെട്ടവരല്ല. ഇതെല്ലാം കൂടിക്കലർന്നിരിക്കുന്ന ഒന്നാണ് നമ്മളുടെ ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ജീവിത വ്യവസ്ഥയിലാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലമായ മനസ്സ് തീർച്ചയായിട്ടും നമുക്കുണ്ടാകേണ്ടതാണ്. നമ്മളുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആശ പറയുന്ന പ്രശ്നങ്ങളോ അതേപോലെ തന്നെ സജീവം പറയുന്ന പ്രശ്നങ്ങളുടെ അല്ലല്ലോ. നമ്മൾ പറഞ്ഞത് കേരളത്തിലെ സമുദ്രമായി ജനങ്ങൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായിട്ട് ഒരു മനുഷ്യന്റെ വിടവാങ്ങൽ ഇങ്ങനെയാകാൻ പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് തന്നെയായിരിക്കും ബഹുഭൂരിപക്ഷം മനുഷ്യർക്കുള്ളത്, ഒരു മനുഷ്യരാണെങ്കിൽ. കാരണം രാഷ്ട്രീയം നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ എത്രയോ വേദികൾ വേറെയുണ്ട്. ഒരിക്കലും ശവമടക്ക് വേദികൾ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഈ കാര്യത്തിലൊക്കെ അതൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയം കലരുമ്പോൾ മാത്രമാണ് അത് വൃത്തികെട്ടതായി മാറിത്തീരുന്നത്. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. പക്ഷെ ഞാൻ ആ രാഷ്ട്രീയം ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ആശയെ അറിയാം, സുജാതയെ അറിയാം, സജീവനെ അറിയാം. ഈ ഒരു 3 മക്കൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹോദരങ്ങളാണ്. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് ലോറൻസ് സഖാവിനെ കൊണ്ടുപോയതിനു ശേഷം ലോറൻസ് സഖാവിനെ ആരാണ് നോക്കിയിരുന്നത്? കനിവ് പാലിയേറ്റീവ് യൂണിറ്റിലെ സഹാക്കളായിരുന്നു നോക്കിയിരുന്നത്. ഞാൻ പലപ്പോഴും അവിടെ പോകുമായിരുന്നു, അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു. അവരൊരു അച്ഛനെ പോലെയാണ് അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ പരിചരിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തെ എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്നത്? ഈ മക്കളെയൊന്നും ഞാൻ അധികം അവിടെ ഒന്നും കാണാറില്ലായിരുന്നു. ആരെയും സജീവനായിട്ട് അതൊക്കെ സംസാരിക്കാറുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ മുഴുവൻ നേരവും മിക്കവാറും ഈ സഹാക്കളാണ് ഏതാണ്ട് 2 കൊല്ലക്കാലത്തോളം അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോട് ഭയങ്കര അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ് പല കാര്യങ്ങളിലും, ഞാനതിനെ എതിർക്കാറുണ്ട്. പക്ഷേ ഈ വിഷയങ്ങൾ അങ്ങനെ എതിർക്കപ്പെടാനായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ 2 വർഷക്കാലം എന്ന് പറയുന്നത് കനിവ് പാലിയേറ്റീവിലെ സഹാക്കളാണ് അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആ ഹോസ്പിറ്റൽ മാറിയാണ് 8 മണിക്കൂർ ഇടവിട്ട് ഓരോരുത്തരും മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും അച്ഛനമ്മമാരെ നോക്കാനായിട്ട് മക്കൾക്ക് കഴിയാറില്ല എന്നുള്ളത് നമ്മുടെ കാലത്തിന്റെ ഒരു സാംസ്കാരിക ജീർണതയാണ് ചെയ്യുന്നത്. അതിന് പകരം അവർ പലപ്പോഴും ആരെയെങ്കിലുമൊക്കെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹോം നഴ്സിംഗിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലായിട്ടുള്ള ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടൊക്കെയാണ് ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കേണ്ടത്. രാഷ്ട്രീയം വേറെയാണ്. രാഷ്ട്രീയം ഇവിടെ ഒരു കാരണവശാലും ഇതിനകത്ത് കടന്നു വരേണ്ടതില്ല എന്ന അഭിപ്രായം നിങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഒരു കുടുംബത്തിന്റെ വൈകാരികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ആ വൈകാരിക പ്രശ്നത്തെ സമമായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാണ്. എന്റെ കുടുംബമാണത് എന്ന് കരുതിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ആയിരിക്കണം ഇതിൽ പങ്കെടുക്കുന്ന ആള് സംസാരിക്കേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനെ. തീർച്ചയായും അങ്ങനെ എല്ലാ സംസാരം ലോറൻസ് സഖാവ് എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യനെ മുൻനിർത്തി ആകരുത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ശ്രീ കെന്നഡി കരിമ്പങ്കാലായിൽ ഇപ്പൊ അദ്ദേഹം ക്രിസ്ത്യാനിയായി പോയതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഹിന്ദു സഖാവായിരുന്നെങ്കിൽ പയ്യാമ്പലത്തോ വലിയ ചുടുകാട്ടിലോ അഗ്നിനാളങ്ങൾക്ക് വിട്ടുകൊടുത്തേനെ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ലോറൻസിന്റെ ജീവിതത്തോട് ചെയ്യുന്ന ഒരു അനീതിയുണ്ട്. ഇപ്പോൾ താങ്കൾ നേരത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഇടപെട്ടത്. ലോറൻസ് CITUവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഈ CITU തൊഴിലാളികൾ, അവരിൽ 15 പേരാണ്, 15 തൊഴിലാളികൾ 2 പേര് വെച്ച് ഊഴവിട്ടിരുന്നാണ് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ വർഷങ്ങൾ കഴിഞ്ഞ അവസാനത്തെ 2 വർഷവും അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരുന്നത് തൊഴിലാളികളാണ്, അദ്ദേഹത്തിന്റെ സംഘടനയിൽപ്പെട്ട തൊഴിലാളികളാണ്. അവരുടെ പാലിയേറ്റീവ് വിങ് ആണ്. പാർട്ടി കൊണ്ടു നടന്ന അല്ലെങ്കിൽ ആ നിലയിൽ കണ്ട ഒരാൾ കൂടിയാണ് ഇവിടെ വാങ്ങുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലൊക്കെ രാഷ്ട്രീയ വിവാദം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയം കാണുക എന്ന് പറയുന്നത് മോശമല്ലേ?
അതുകൊണ്ടാണ് അഭിലാഷ്, എനിക്കും രാഷ്ട്രീയമുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അതിനകത്ത് രാഷ്ട്രീയം കലർത്തി സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇപ്പോൾ അഭിലാഷിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു വ്യക്തമായ ഒരു മുള്ളുണ്ട്. അതിന് മറുപടി എനിക്ക് മുന്നിൽ സംസാരിച്ച BJPയുടെ ഒരു പ്രതി പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്ത്യാനികളുടെ മത്തായി ചോക്കോടെ അടക്കം പലരുടെ വിഷയങ്ങളിൽ നിന്ന് നമുക്കറിയാം, ക്രിസ്ത്യാനിക്ക് സംഭവിച്ചാൽ മാത്രമേ ഇത്തരം ദൃഢപ്രതിജ്ഞകളും ഇത്തരം കമ്മ്യൂണിസ്റ്റ് ചിന്തകളും ഒരു ഇത്തരം അതൊക്കെ വ്യക്തിപരമായ ഓരോ ആളുകളും സ്വീകരിക്കുന്ന നിലപാടിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ പ്രതികരിച്ചറിയാമോ? ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയില്ലേ, ക്രിസ്ത്യാനിയായ മന്ത്രിയില്ലേ, പള്ളിയിലടക്കം ചെയ്യപ്പെട്ട ക്രിസ്തീയ നേതാക്കളില്ലേ? ഇപ്പോ ആശാ ലോറൻസ് പറയുന്നത് വലിയ ചുടുകാട്ടിൽ ഹിന്ദുക്കളെ മാത്രമേ അടക്കിയിട്ടുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രബലരായ നേതാക്കളെ അടക്കിയിട്ടുള്ള മണ്ണാണ് വലിയ ചുടുകാട്ട്. അതായത് മതപരമായ അടിസ്ഥാനത്തിലല്ല. പിന്തുണയ്ക്കണ്ട. അല്ല, വല്ലാതെ പിന്തുണയ്ക്കേണ്ട അഭിലാഷേ. ജനത്തിനെല്ലാം മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയാ പോകണമെന്നൊക്കെ ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. ഇനി അധികം കാലമില്ല 2047 അതുവരെ പിന്തുണ കൊടുത്ത് ഞങ്ങളെ വഴിയാധാരമാക്കരുത്. ഞാൻ മറ്റൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എല്ലാവർക്കും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ മാത്രമേ അദ്ദേഹത്തിനെ കണ്ടുള്ളൂ. അദ്ദേഹം ഒരു ഡെവലപ്മെന്റൽ വിദഗ്ധൻ കൂടിയാണ്. അതായത് ഏതാണ്ട് 22 വർഷം മുമ്പ്, 1/4 നൂറ്റാണ്ട് മുമ്പ് മാതൃഭൂമി നടത്തിയ ഒരു 6 പേര് മാത്രം അടങ്ങിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ പരമ്പര 6 പേരേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം അതിനകത്തുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് പങ്കെടുത്തതാണ്. അന്ന് എഞ്ചിനീയർ മേഖലയിലെ ഒരു ലെൻസ്ഫെഡ് എന്ന് പറയുന്ന സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് കൊച്ചിയിൽ എങ്ങനെയാണ് ഈ ആണ്ടോടാണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കിയത്. അതായത് എത്ര വാർഡുണ്ടോ ആ വാർഡിനകത്ത് 3-4 വാർഡുകൾക്ക് കുറച്ച് കാശ് കൊടുക്കും. അവർ തോന്നുന്ന വിധത്തിൽ കാനയുടെ ബോട്ടം കോൺക്രീറ്റ് ചെയ്ത് മുന്നോട്ട് ആ അടുത്ത വാർഡിൻ്റെ അവിടെ ചെല്ലുമ്പം അവൻ ഇങ്ങോട്ട് വെള്ളം വിടുന്നു, അവിടെ നിർത്തി. അദ്ദേഹമാണ് ആദ്യമായി 1/4 നൂറ്റാണ്ട് മുമ്പ് ഇതിനൊരു ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടും. ഞാൻ ഇന്നും അദ്ദേഹത്തെ ബഹുമാനത്തോടെ ഞാൻ ഓർക്കുന്നു. കൊച്ചിക്കാർ അദ്ദേഹത്തോട് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കടപ്പെട്ടിരിക്കണം. ഇന്ന് കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കാതെ ഇരിക്കുന്നെങ്കിൽ സഖാവ് അദ്ദേഹത്തോടുള്ള കടപ്പാട് ഞാൻ കൊച്ചി ഒരു ജീവിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ അഭിലാഷേ. ശരി, ഓക്കെ. ശ്രീ റെജി ലൂക്കോസ്, ഇനി വരാൻ പോകുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. മെഡിക്കൽ കോളേജിൽ എന്താണ് വേണ്ടത്, പള്ളിക്ക് വിട്ടുകൊടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ മകളെ കൂടി കേട്ടതിന് ശേഷമാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇവിടെ ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു പ്രശ്നം, മത്തായി ചാക്കോ അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് അന്ത്യ കൂദാശ സ്വീകരിച്ചു എന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വളരെ രൂക്ഷമായ ചില പദപ്രയോഗങ്ങൾ നടത്തിയത്. ഓർമ്മയുണ്ടല്ലോ, കള്ളം പറയാൻ പാടില്ല എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ചിലർ കള്ളം പറഞ്ഞാൽ എത്രമേൽ നികൃഷ്ട ജീവിയായി കാണണം എന്ന അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രസംഗം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ സമാനമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ വിവാദമായി പരിണമിക്കാനുള്ള ചില ഇലമെന്റ്സ് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മകള് തന്നെ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണല്ലോ ഈ ഗതി വന്നത് എന്ന് പറയുന്നത്. അല്ല, അതിനകത്തിനാണ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, മാധ്യമങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി മോഹനാട്ടനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി അഭിലാഷ് കേട്ടായിരിക്കില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിച്ചു, ഒരു അവകാശവാദം പറഞ്ഞില്ല. അതിപ്പോൾ ഇവിടെ ചർച്ചയിൽ എല്ലാവരും പറഞ്ഞു ആരാണ് അദ്ദേഹത്തിനെ നോക്കിയെന്നുള്ളവരും. അതിനൊരു അവകാശവാദം പാർട്ടിക്കില്ല. അത് പാർട്ടി അങ്ങനെയാണ്. ഇനി എവിടെയാണ് സംസ്കരിക്കേണ്ടത് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അതിനി പള്ളിയിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ, അതല്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മകൻ പറഞ്ഞതനുസരിച്ചാണ് മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ ഒരു പാർട്ടി സെക്രട്ടറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് കേരളവും ലോകത്തിലുള്ള മുഴുവൻ മലയാളികളും അത് കേട്ടു. CPM-നെ സംബന്ധിച്ചുള്ള ഇതിനകത്ത് യാതൊരു അവകാശവുമില്ല. ഞങ്ങളുടെ കൃത്യമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകളെ കോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണല്ലോ ഞാൻ. അദ്ദേഹത്തിൻ്റെ മകളുടെ ശബ്ദം ഈ ലോകത്തെ മുഴുവനും മലയാളികളും, ഏകദേശം 40% മലയാളികളും മാതൃഭൂമിയുടെ കേട്ടു. അവർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്താ? എൻ്റെ പിതാവിൻ്റെ ഡെഡ് ബോഡി കണ്ട പട്ടിക്കും പൂച്ചയ്ക്കും തിന്നാൻ കൊടുക്കാനായിട്ടുള്ളതൊക്കെ സ്വന്തം മകള് ഒരു ചാനലിൽ വന്നിരുന്ന് പറയുക. അത് തന്നെയല്ല, വേറെ 1-2 വാക്കുകൾ അവർ ഉപയോഗിച്ചു. ഞാൻ അതിലേക്കൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ അവരെ വിമർശിക്കത്തുമില്ല. അവരെ കൊണ്ടത് പറയിപ്പിച്ചതിൻ്റെ പിന്നിലെ അസാംസ്കാരികമായ രാഷ്ട്രീയ പാരമ്പര്യം ഇത്തിരി തുടക്കം കുറിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ഇവിടെ. ആ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടണ്ടേ? അതല്ലേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് 2ാമത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താ? കേസ് കൊടുക്കാനായിട്ട് പോയതും ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട MM ലോറൻസ് എന്ന് പറയുന്ന കേരള ആദരവോടെ കാണുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഈ NM പിയേഴ്സിനെ പോലെയൊക്കെയുള്ള ബഹുമാനരായ വ്യക്തികളുടെ പിതാവിനോടൊപ്പം കൗമാരകാലത്ത് തന്നെ
കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സോഷ്യലിസ്റ്റോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച MM ലോറൻസിനെ പോലൊരു സഖാവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിക്ക് മുമ്പിൽ ആ സ്ത്രീ വന്ന് ഈ അവകാശി നാടകം കളിച്ചെങ്കിൽ അവരെല്ലാം തെറ്റുകാരുത്തി. അവരെ കൊണ്ട് അവരുടെ മകനെ കൊണ്ടും ഞാൻ ഈ ചർച്ച തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് BJPയുടെ പൊതുവേദിയിൽ മെമ്പർഷിപ്പ് എടുത്തെന്നും പറഞ്ഞ് കേരളത്തിൽ എന്തെല്ലാം വിഷയം ഉണ്ടാക്കിയപ്പോൾ ആ മഹാനായ മനുഷ്യൻ തൻ്റെ ഫേസ്ബുക്കിൽ എഴുതി ആ മകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ ചിന്തയും അദ്ദേഹത്തിൻ്റെ ആർജവത്വവും എഴുതി കാണിച്ച് ഈ കേരളത്തിൽ ആ മനുഷ്യൻ്റെ അവകാശം പേറാൻ വേണ്ടിയിട്ട് ഇത്തരം സംസ്കാരശൂന്യമായ നടപടിക്ക് കേരളത്തിനോട് കാണിച്ചൊരു വെല്ലുവിളിക്ക് അതാണ് ഇന്ന് കേരളം ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ചർച്ച അവസാന ഘട്ടത്തിലേക്കാണ്. TP രവീന്ദ്രൻ മാസ്റ്റർ, ജീവിതാന്ത്യം വരെ കമ്മ്യൂണിസ്റ്റായ ഒരാൾ മരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് കുടുംബക്കാര്യം എന്നുള്ള നിലയിൽ അവർ തീർക്കട്ടെ എന്നുള്ളതിനപ്പുറത്തുള്ള രാഷ്ട്രീയത്തിന് ഇതിൽ ഇടമുണ്ടോ? അഭിലാഷേ, അവിടെ പോയിട്ട് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചതിന് കൗണ്ടർ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ BJPക്കാർ പോയിട്ടില്ല. അവിടുത്തെ കോടതിയുടെ വിധി നടപ്പിലാക്കുന്നതിനെ തടയാൻ ഞങ്ങൾ പോയിട്ടില്ല. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനാണെങ്കിൽ സംശയലേശമന്യേ BJP പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം. അതിലൊരു തർക്കവും നമുക്കില്ല. അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ നിയമ സംവിധാനം എന്താണോ കൊണ്ടുവരേണ്ടത് അത് ചെയ്യണം. അതിനെയും തടസ്സപ്പെടുത്താനില്ല. രണ്ടാമത്തെ കാര്യം, പിയേഴ്സൺ സാറെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്, അദ്ദേഹം എതിർക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പദം എന്നെ വേദനിപ്പിച്ചു, ഇദ്ദേഹം ഒരു അധ്യാപകനാണോ എന്ന്. ഒരുപക്ഷെ താങ്കൾ എന്നെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം പിയേഴ്സൺ അങ്ങനെ പറയുന്നത്. എൻ്റെ പേരിൻ്റെ കൂടെ BJP കണ്ടപ്പോൾ താങ്കളൊരു മുൻവിധിയോടെ ആയിരിക്കാം സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പിയേഴ്സൺ സാറോട് പറയുന്നു, നിങ്ങൾ ധരിച്ച പോലെയുള്ള ജീവിതാശംസ അല്ല എനിക്കുള്ളത്. എൻ്റെ വിശ്വാസത്തിന് വിഭിന്നമല്ല എൻ്റെ ജീവിതവും, ഞാനത് മുന്നോട്ട് വയ്ക്കും. ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ലോകത്ത് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ. ഇവിടെ സകല ദുഷ്ടതകളും ചെയ്ത് നീ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുകയോ എന്നെ ആചാരാനുഷ്ഠാനങ്ങൾ എൻ്റെ ഭൗതിക ശരീരം മണ്ണിനടിയിലോ കത്തിക്കുകയോ ചെയ്തതുകൊണ്ട് മാത്രം ഒരു സ്വർഗത്തിലേക്ക് ജീവിതം മാറ്റി നടാമെന്ന് വിശ്വസിക്കുന്നവനല്ല പിയേഴ്സൺ സാർ. ഞാൻ സ്വന്തം കർമ്മത്തിനനുസരിച്ചാണ് നിൻ്റെ ഭാവിയും നിൻ്റെ ജീവിതവും എന്ന് വിശ്വസിക്കുന്ന കർമ്മഫല വിശ്വാസിയാണ് ഞാൻ. എൻ്റെ വിശ്വാസം എൻ്റെ കുടുംബാംഗങ്ങളിലും സ്വാധീനിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായതൊന്നും ഞാൻ എൻ്റെ കുടുംബത്തിലും നടത്തിയിട്ടില്ല. അവിടെയാണ് ഞാൻ യെച്ചൂരി അംഗീകരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയാതെ പോയതല്ലേ തർക്കത്തിന് കാരണം. അത് ഈ രാജ്യത്തെ നിയമ സംവിധാനം എന്താണോ അവര് നടത്തട്ടെ. അവിടെ ഇൻകുലാബ് വിളിച്ചതും ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് മാതിരി അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാതിരിക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെട്ടൂരം അപ്പടി അനുസരിക്കുകയും അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവ് എന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ. പകരം അവർക്ക് അവരുടെ അത് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി അംഗീകരിക്കണമല്ലേ ജനാധിപത്യം പൂർത്തിയാവുന്നത്. ബഹുമാനപ്പെട്ട MM ലോറൻസ് സഖാവ് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചിട്ടുള്ള രണ്ട് വാക്കുകളിൽ രണ്ടെണ്ണം ഇതായിരിക്കും: ലാൽ സലാം ഈ ഗ്ലാസ് ഉണ്ടാവാതെ. ആ സഖാവിന് വിടവാങ്ങുമ്പോൾ ലാൽ സലാം വിളിച്ചതിനെ സഖാത്തികളിൽ നിന്ന് വിളിച്ചത് അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞത് ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തെ പോലും വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ എനിക്ക് പറയാം. ശരി, ഓക്കെ, വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.